ഹായ്, നമ്മളൊരു ഫുൾ വീഡിയോ ആയിട്ടായിരുന്നു വന്നിട്ടുള്ളത്. നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഹസ്ബൻഡിൻ്റെ ചേച്ചീൻ്റെ വീട്ടിലോ ചേച്ചീൻ്റെ മോളെ കുട്ടീൻ്റെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകണ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 10:30 ആയിട്ടുണ്ട്. ആ ടൈമിൽ ഇറങ്ങുന്ന ടൈമിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ നിലമ്പൂർ എത്തണ കുറച്ച് മുമ്പ് നമ്മൾ ചായ കുടിക്കാൻ കയറിയായിരുന്നു. ഒരു അത്രയൊന്നും കഴിക്കാൻ സ്നാക്സൊന്നും ഇല്ലായിരുന്നു. സമയം 12:30 ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളുള്ളത് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ചോറ് ഒന്നും ഉണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ആ ടൈം ആയപ്പോഴേക്കും നമ്മൾ കുറച്ചൊന്ന് വിശന്നു, അപ്പോൾ അത് കഴിച്ചു കേട്ടോ. പിന്നെ വണ്ടിയിൽ ഏട്ടൻ്റെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ രാത്രി അവിടെ ചെന്നൊരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ 1 മണിയൊക്കെ ആയിട്ടുണ്ട്, 1:30 ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. പിന്നെ പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. ചെറുക്കൻ്റെ വീട്ടിലോട്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും ദൂരത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒന്നും മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ, നന്നായിട്ട് വെയിലൊക്കെ ഉണ്ടായിരുന്നു. നിലമ്പൂർ പൊതുവേ ഒരു മഴ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അത് മോള് കുറച്ചൊരു ഗൗരവത്തിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മുമ്പിലുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ കേട്ടോ, നല്ലൊരു വീഡിയോ എടുക്കാനും നമുക്കൊരു മനസ്സിനൊരു, നമുക്ക് ഇങ്ങനത്തെ യാത്രയൊക്കെ പോകുമ്പോൾ കുറച്ചൊരു വെയിലൊക്കെ ഉള്ള ഒരു സന്തോഷമാണല്ലോ. പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എടുത്തത്. എല്ലാവർക്കും ചെന്നപ്പോൾ തന്നെ നമുക്ക് ചായയും സ്നാക്സും തന്നായിരുന്നു. ഇരിക്കുന്നതാണ് കേട്ടോ ചേച്ചി വരുന്നത്. ഒരു ഗ്രേ കളറ്, മീൻസ് ഒരു ലൈറ്റ് റോസ് പോലത്തെ അങ്ങനത്തെ കളറുള്ള സാരി എടുത്ത ചേച്ചി. അന്ന് സംസാരിക്കുന്നത് ചെറുക്കൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ പരിചയപ്പെടുമല്ലോ, അങ്ങനത്തെ ഒരു ചടങ്ങാണ് കേട്ടോ എല്ലാവരും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചെറുക്കൻ്റെ വീട് കാണിക്കാത്ത വിചാരിച്ചാൽ ചെറുക്കൻ്റെ ചെറുച്ചൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെറുക്കൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് എടുക്കാം. കല്യാണം ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം ഉണ്ടാവുക. അവരിങ്ങനെ പരിചയപ്പെട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ. അതാണ് ഇത്രയും ലോകം, ജസ്റ്റ് ഒന്ന് ഫിക്സ് ആക്കി ഇടാമെന്ന് മാത്രം, അങ്ങനെയാണ്. പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം. 2 വർഷം 1.5 വർഷം അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിലായിരിക്കും കല്യാണം വരുന്നത്. അത് അളിയനാണ് ബ്ലാക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പത്തിരിക്കുന്ന അളിയൻ, അതായത് പെങ്ങളാസ്പേര്. പിന്നെ ഇപ്പത്തെ മീശ പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് അളിയൻ്റെ ഏട്ടനായിരുന്നു. ഈ റോസ് ഷർട്ട് ഇരിക്കുന്നത് ചെറുക്കൻ്റെ അമ്മ, ചെറുക്കൻ്റെ അച്ഛനിപ്പല്ല, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ചേച്ചിയും ചെറുക്കനും മാത്രം. ചെറുക്കൻ്റെ പേര് സുധി എന്നാണ് കേട്ടോ, സുധീഷ് എന്നാണ്, സുധി എന്നാണ് വിളിക്കല് എല്ലാവരും. പിന്നെ ചെറുക്കൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫറാണ്. പിന്നെ PSC അങ്ങനെയൊക്കെ കോച്ചിങ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ കുറച്ചൊരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. നമ്മൾ ഫിക്സ് ആക്കിയിട്ടോ, സെപ്റ്റംബർ 13 ഓണം കഴിഞ്ഞിട്ടാണ്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തു. നല്ല കുഴപ്പമില്ലാതെ ഞാൻ കുറച്ച് ഷോ ഒക്കെ കാണിച്ചിരിക്കുക കേട്ടോ. എനിക്ക് സാരി ഉടുക്കുന്ന ചേച്ചി കേട്ടോ. എനിക്ക് ചേച്ചി സാരി ഉടുക്കുമ്പോൾ നന്നായിട്ടൊരു ഓക്കെയാണ്. എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ഫുൾ സാരി ഉടുത്താൽ ഞാൻ ഒരിക്കലും സെറ്റായില്ല. ഞാൻ ചേച്ചി ഉള്ളപ്പോൾ മാത്രമേ സാരി ഉടുക്കാറുള്ളൂ. ചേച്ചി നന്നായിട്ട് പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചേച്ചി വണ്ടിയിൽ കയറാൻ, വണ്ടിയിൽ സ്ഥലം കുറവായപ്പോൾ കാരണം ഞാൻ മോനോട് പറഞ്ഞു ഇതാ ജീപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പൊക്കെ ജീപ്പിലൊക്കെ കയറുമോ ആരെങ്കിലും? ഇത് ഏട്ടൻ പെങ്ങളെ മോനുണ്ടല്ലോ, അവൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ജീപ്പിലാണത്. അപ്പോൾ ഞാൻ എൻ്റെ മോനെ അതിൽ കയറ്റി കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് കാടാമ്പുഴയ്ക്ക് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാവും പോവുക കേട്ടോ. പിന്നെ ഏട്ടൻ വന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറി തിരിച്ച് പോകുമ്പോൾ ഭയങ്കര മഴ എന്ന് വെച്ചാൽ 1.5 മഴയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു 2 മണിയായപ്പോഴേക്കും 1:30 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കാടാമ്പുഴ പോയത് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവരൊക്കെ ഓരോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്താൽ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ല, എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ കാടാമ്പുഴയ്ക്ക് പോവുകയാണ്. കാടാമ്പുഴ പോയി മലപ്പുറം എത്തിയപ്പോൾ എല്ലാവർക്കും നമ്മൾ അവിടെ നിന്ന് എങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരു ടൈം അങ്ങനെയല്ല, നമ്മൾ കഴിക്കുന്ന ടൈം ഞങ്ങളുടെ എത്രയോ മുമ്പായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ കുറച്ചൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മലപ്പുറത്ത് എത്തിയപ്പോൾ ചായ കുടിക്കാൻ കയറി. അതുപോലെ ഒരു സ്നാക്സും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറുക കേട്ടോ.
ആ ടൈമായപ്പോൾ ഞാനും ഏട്ടനും കൂടെ കുറച്ചൊരു പിണക്കത്തിലൊക്കെ ആയിരുന്നു. അതോടാണ് ഞങ്ങൾ പിന്നെ ആ ചായ കുടിച്ച് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, ബായ്.